നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റണമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം ചർച്ചയാകുന്നു. കനത്ത മഴ കണക്കിലെടുത്തുള്ള നിർദ്ദേശം എല്ലാവരുടെയും സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അവധി മാറ്റത്തോട് വിദ്യാർത്ഥികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ്. എന്നാൽ നിർദ്ദേശം ശുദ്ധ വിഡ്ഢിത്തരമെന്നായിരുന്നു കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രതികരണം. കോരിച്ചൊരിയുന്ന മഴയത്ത് അവധിക്കായുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാനും കുട്ടികൾക്കുള്ള അപകട ഭീഷണി മാറ്റാനുമാണ് മന്ത്രിയുടെ ബദൽ നിർദ്ദേശം. വേനലവധി എന്ന പേരിലുള്ള അവധിക്കാലം മാറ്റാനുള്ള നിർദ്ദേശത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മന്ത്രി മനസ്സിൽ തോന്നുന്നത് പറയുന്നുവെന്ന് കോൺഗ്രസ് അധ്യാപക സംഘടന KPSTA വിമർശിക്കുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും കണക്കിലെടുത്തുള്ള അക്കാദമിക് കലണ്ടർ മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് നിലപാട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കൊടും ചൂടാണ് എതിർക്കുന്നവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. 40 ഡിഗ്രി വരെ എത്തുന്ന ചൂടിൽ ക്ലാസ് വേണോ എന്നാണ് ചോദ്യം. നീറ്റ് അടക്കമുള്ള പ്രധാന ദേശീയ പ്രവേശന പരീക്ഷകൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണുള്ളത്. മറ്റൊരു പ്രശ്നം, CUET കോഴ്സുകളിലേക്കടക്കം ഈ കാലയളവിലാണ് പ്രവേശനം. ആദ്യം അധ്യാപക സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തും. പിന്നീട് വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞ ശേഷമാകും മാറ്റം വേണോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി കേസെടുത്ത് ജയിലിൽ അടപ്പിച്ച BJP സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച പ്രകടനം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷനായി. പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, ഫാദർ ബാബു ജോസഫ് പടിഞ്ഞാറ്റെടുത്ത്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, സീതാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ റെയിനി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. മഴക്കാലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവച്ചും പ്രകൃതി രമണീയത വർണ്ണിക്കുന്ന കവിതകളുടെയും പഴഞ്ചൊല്ലുകളുടെയും അവതരണവും ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ്, അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിസി KT, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിന് 50 കസേരകൾ നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക P. ചിത്ര, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ എന്നിവർ കസേരകൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ജനുവരിയിൽ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സുഹൃതം എന്ന പേരിൽ 41 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് TK ബാലൻ, സെക്രട്ടറി MB ബേബി, രക്ഷാധികാരി ഷിജോയ് തോലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ദിനത്തോടനുബന്ധിച്ച് പരീക്ഷണങ്ങളുമായി കുട്ടി ശാസ്ത്രജ്ഞർ സെന്റ് മേരീസിന്റെ അങ്കണത്തിൽ അണിനിരന്നു. ബദനി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് ആശംസകൾ നേർന്നു. വോൾക്കാനോ ഇറപ്ഷൻ, ബലൂൺ ബ്ലോയിങ്, വാട്ടർ ഡിസ്പെൻസർ, പേപ്പർ ഡാൻസ്, റെയിൻബോ ഫോം, മാജിക്, ടൊമാറ്റോ കാൻറ്റീൻ, മാജിക് എന്നിങ്ങനെ നിരവധി നിരീക്ഷണങ്ങളുമായി കുരുന്നുകൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു. ചരമം. ആളൂർ മുളയങ്കോടത്ത് കരിമ്പൻ മകൻ അപ്പുണ്ണി നിര്യാതനായി. സംസ്കാരം 12:30 എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.